ഹലോ, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ല മെറിഡിയൻ ഹോട്ടൽ, അതായത് എയർപോർട്ട് റോഡ് ഗർഹൂദിലാവ. ഇവിടെ എന്തെങ്കിലും വന്നതെന്ന് വെച്ചെങ്കിൽ കയാനുക്ക് സ്വിമ്മിങ് ക്ലാസ്സിന് ജോയിൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വീഡിയോ ഫസ്റ്റ് ഡേ, അതായത് ഞാൻ ഉമ്മാനെ കൂട്ടിയിട്ട് ഇപ്പോൾ വന്നതാണ്. എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ജസ്റ്റ് ഓന് ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ വണ്ടിയെല്ലാം അവിടെ പാർക്കാക്കി അടനുണ്ട്. അപ്പോൾ ഈ കാണുന്ന, അതായത് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിലാണ് പിള്ളേർക്കുള്ള സ്വിമ്മിങ് ക്ലാസ്സും വലിയ ആൾക്കും എല്ലാവർക്കുള്ള സ്വിമ്മിങ് ക്ലാസ്സും ഉണ്ട്. അതിനുള്ളിൽ എല്ലാ സംഭവവും ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന നാച്ചുറൽ എലമെൻറ്റ്സ്, ഇതിൻ്റെ മേലെ തന്നെ ജിമ്മും ഉണ്ടാവുക. അപ്പോൾ ഈ ജിമ്മിൽ ജയിപ്പിച്ചാൽ പോയിക്കൊണ്ടുണ്ടായിന്. ഇപ്പോൾ ഒരു മാസം എന്താ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നേരെ ട്രെയിനറിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇവിടത്തേക്ക് എത്തിയിട്ട് ഭയങ്കര ഹാപ്പിയാണ്. എന്താ വെച്ചെങ്കിൽ പൂള് കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി. കാണുന്ന എല്ലാവരോടും ഫ്ലൈയിങ് കിസ് അടിച്ചുകൊണ്ട് തന്നെ ഉണ്ടായത്. അപ്പോൾ ഭയങ്കര എന്താ പറയുന്ന ആവേശത്തിലില്ല, പൂളിലേക്ക് ഇറങ്ങിയ ആൾ അപ്പം തന്നെ ബാക്കിലേക്ക് കയറിന്. എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മീത്തയുണ്ട് പൂള്, ചെറിയൊരു പൂളാണ്. അതായത് പിള്ളേർക്കുള്ള സെപ്പറേറ്റ് പൂളും ഉണ്ട്. അപ്പോൾ കയാൻ അതിൽ പോയിട്ടാണ് എനിക്ക് ശീലമായത്. അപ്പോൾ ഇത് വലിയ പൂള് കാണുമ്പോൾ ചിലപ്പോൾ ഓന് പേടിച്ചിട്ടുണ്ടാവും. അതാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ കീയാത്തതോന്. ഇത് പിടിച്ചോ. ഒരിക്കൽ പൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ രണ്ടാമത്തൊരു ട്രൈ, അതായത് ഓനെ പിന്നെ ഞാൻ പൂളിൻ്റെ അടുത്ത് ഇരുന്നിട്ടായിട്ട് ഓനെ ജസ്റ്റ് വെള്ളത്തിൽ കളിപ്പിച്ചിട്ടില്ല, നോക്കിയാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു രക്ഷയുമില്ല, ഓന് കരച്ചില്ല തന്നെ. ആടെയുള്ള ടോയ്സ് മാത്രം കയ്യിൽ പിടിച്ചിട്ടിരുന്നതിന് പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ പറയുന്ന പൂളിലേക്ക് കീന്നില്ല. അപ്പോൾ ട്രെയിനർ കുറച്ച് ബുദ്ധിമുട്ട് ഫസ്റ്റ് ടൈം. ഞാൻ വിചാരിച്ചത് പൂളിൽ ഇറങ്ങുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, കാരണം നമ്മൾ പുരൻ്റെ മീത്ത ഉണ്ടല്ലോ പൂള്, അതിൽ ഭയങ്കരത്തിൽ കളിച്ചുകൊണ്ടുണ്ടായിന്. അപ്പോൾ ഇനി നമുക്ക് എന്താക്കുന്നത് നോക്കാം. ഒരു രക്ഷയില്ല, ഭയങ്കര കരച്ചിൽ തന്നെ. പിന്നെ എന്താക്കുന്ന വെള്ളത്തിൽ പിന്നെ ഓന് കരയുമ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തെങ്കിലേ പിന്നെ ഓനക്കത് നല്ല ശീലമാവും. പിന്നെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൽ ഓന് കീയേയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാനേ പോയിട്ടില്ല. ട്രെയിനർ ഉണ്ടല്ലോ, അയാളെ കഴിയുന്ന വിധം എന്ന് പറയുന്നത് കറിയാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്തെങ്കിലും. എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് ഫസ്റ്റത്തെ ട്രെയിനിങ് ഡേ ആണ്. അപ്പോൾ 2 days നമുക്ക് ട്രെയിനിങ് ഡേ തരുവാ. അപ്പോൾ അതിൽ കുഞ്ഞിക്ക് എന്ത് മാറ്റം വരുന്നുണ്ടാ, ഈ ട്രെയിനറോട് ഫ്രണ്ട്ലി ആവുന്നുണ്ടാ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ദിവസം നമുക്ക് ഫ്രീ ട്രയൽ തരുന്നത്. പിന്നെ ഒരു രക്ഷയില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ 20 minutes ഓനെ അതിൽ കളിപ്പിച്ചിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി അവിടെ തന്നെ കുളിപ്പിച്ചിട്ടില്ലായിട്ട് നമ്മൾ വണ്ടിയിലേക്ക് കയറി. അപ്പോൾ ഞാൻ എനിക്ക് പാലും കൊണ്ടുപോയിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ പാലും കുറച്ച് കൊടുത്തു. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് സമാധാനമായി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ വന്നിട്ട് എൻ്റെ പോരൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ജസ്റ്റ് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. കാരണം കയാനും പൈച്ച് ഓന് പാൽ കുടിച്ചിട്ടാകുമ്പോൾ ശരിയായി, നമുക്കും ചെറുങ്ങനെ ചായ കുടിക്കണമെന്നുണ്ടായിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നുള്ളത് നമ്മളെ റൂമിലേക്കാണ്. അപ്പോഴത്തേക്ക് കയാനും നല്ല എന്താ പറയുന്നത് സ്വിമ്മെല്ലാം ആക്കിയല്ലേ. അപ്പോൾ ആൾ കുറച്ച് ക്ഷീണിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ ഉറങ്ങീന്. അങ്ങനെ ഇത് കാണുന്നത് സെക്കൻഡ് ഡേ. ഓക്കെ, സെക്കൻഡ് ഡേ ഓഫ് ട്രെയിനിങ് ക്ലാസ്. അപ്പോൾ അപ്പോഴത്തേക്ക് ഉമ്മ നാട്ടിലേക്ക് പോയിന്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉമ്മ നാട്ടിലാണ്. അപ്പോൾ ആഷിക്കുണ്ട്. ഉമ്മ നാട്ടിലേക്ക് പോയതിന് പിറ്റേ ദിവസം തന്നെ, അതായത് ഫ്രൈഡേ ആണ് ആഷിക്കിന് ലീവ് ഉണ്ടായത്. അപ്പോൾ ഓന് ഷാർജയിൽ നിന്ന് വന്ന്, അപ്പോൾ ഞാൻ ഇന്ന് ആഷിക്കിനെ കൂട്ടിയിട്ടാണ് സ്വിമ്മിങ് ക്ലാസ്സിന് പോകുന്നത്. ഉമ്മ രാത്രി പോയി, ഇന്ന് രാവിലെ എത്തി. ഇന്ന് ആശിക്ക് വന്നു, ഓനക്ക് ഇന്ന് ലീവല്ല. അപ്പോൾ ആ കയാനുൻ്റെ സ്വിമ്മിങ് ക്ലാസ്സിന് കൊണ്ടുവന്നു. ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ എണിപ്പിച്ച ഓന് ഇന്ന് സെക്കൻഡ് ക്ലാസ്സാണ് അല്ലേ. കയ്യാനിപ്പോൾ നല്ല വാ വെയിലടിക്കുന്നുണ്ടോ, നമ്മ കണ്ണടിച്ചിട്ടുണ്ട്. ഓക്കെ വാ, കൈ പിടിച്ചു. എനിക്ക് അറിയണ്ടാ. അറിയില്ല, എന്നെ പറയൂ. അങ്ങനെ നമ്മ ഇത് എവിടെയെന്ന് വെച്ചെങ്കിൽ എയർപോർട്ട് റോഡ് ഗർഹൂദിൽ ല മെറിഡിയൻ ഹോട്ടലുണ്ട്. ആടെയാന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് പഠിപ്പിക്കുന്നത്. ആടെ പൂളുണ്ട്, പക്ഷെ അത് ആടെ ഹോട്ടലിലത്തെ ആൾക്കാർക്ക് പിള്ളേരുണ്ട് അവിടെ പഠിക്കണം. ഇപ്പം കയാനൊന്ന് 5 minute വെയിറ്റ് ആക്കാൻ പറഞ്ഞു. ഇന്ന് കരിയണ്ടാ കരിയണ്ടാ. ഇതിൻ്റെക്കുള്ള ക്യാപ്പാവാ നല്ലില്ലേ, നോക്കിക്കയ്യാ മുമ്മ. ചേച്ചേക്ക് ഓനിക്കെല്ലാവരും ചാറ്റാക്കും ഉമ്മാക്കും.
എടുക്കയാ ഇപ്പൊ ട്രെയിനർ വന്നിന് ചേഞ്ച് ഓന് ജസ്റ്റ് വെള്ളത്തിൽ കാലെല്ലാം ഇടിച്ച് അതുവരെ കരിയില്ലടാ. കാല് ജസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ടാണ് വെക്കൽ. അയാൾ വരട്ട് ഇപ്പൊ തന്നെ കരയാൻ തുടങ്ങിയവര് വേണ്ടാന്ന് അത് എത്തിച്ചോ. അങ്ങനെ ട്രെയിനർ എത്തി ഓനെ വെള്ളത്തിലേക്ക് കീച്ച്. പക്ഷെ ഫസ്റ്റത്തെ ടേ ഓന് കരഞ്ഞ പോലെ ഇന്നത്ര കരഞ്ഞിട്ടാ, കുറച്ചൊരു ഫ്രണ്ട്ലി ആയ പോലെ ഉണ്ട്. കാരണം കരയുന്നു പക്ഷേ ഇല്ല ഓന് കണ്ണെന്ന് വെള്ളം വരുന്നില്ല, ഒരു ആക്ടിങ് ആക്കി കരയുന്ന പോലെയാണ് ഓന് കരയുന്നുണ്ടായത്. അപ്പോൾ ഓൻ്റെ കയ്യിലുള്ള ഒരു കൊടുത്ത ടോയ്സ് ഇല്ല, അതും പിടിച്ചിട്ട് പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് സമാധാനത്തിലുണ്ട്. ആളോക്കെ അതിനതാ കുറച്ച് കരയുന്ന. അപ്പോൾ ഇന്ന് ഇത് നോക്കിയിട്ട് ഒരു എത്ര ഫീസാവും എന്നെ എപ്പോൾ വരണോ അതെല്ലാം പറയും. അപ്പോൾ പിന്നെ ഞാൻ അറിയിക്കാം വീഡിയോയിൽ പറയാം. ഇപ്പം ആളോക്കെ അൽഹംദുലില്ലാ, അതുകൊണ്ടൊരു സമാധാനമായി. അത് വെള്ളം കണ്ണിക്ക് പോകുമ്പോൾ എനിക്ക് പേടിയാണ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഓരിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ അതിന് മൺഡേ മുതൽ എനിക്ക് 2 ക്ലാസ് ആയിട്ട് ഒരു ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് 25 മിനിറ്റ്സ് അങ്ങനെ. അപ്പോൾ അതിന് 850 ദിർഹമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മെമ്പർഷിപ്പ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ കുറയും അങ്ങനെ. അപ്പോൾ നമുക്ക് നോക്കാം അതിന് മൺഡേ വന്നിട്ട്. ഞാനിപ്പോൾ ഇന്ന് സ്വിമ്മിങ് സൂട്ട് ഇട്ടിട്ടുണ്ടാവാ, കണ്ടില്ല പാൻറ്. ഇത് ഞാൻ ഇവിടെ വിയറ്റ്നാം പോയിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ കൊല്ലം പോയ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ, അവിടെ ബീച്ചിലല്ലേ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഖയാനോനെ കൊണ്ടുപോയിട്ട് അവിടെ പൂളിൽ ഇറങ്ങണമെന്നുണ്ട്. അപ്പോൾ കാരണം കുഞ്ഞ് കുറച്ചുകൂടി ഇതാവും, കംഫർട്ടാവും. അപ്പോൾ ഓനെ ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് ഖയാൻ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വരുമ്പോൾ 4:30 അപ്പോൾ നമുക്ക് പോയിട്ട് ഫീസും കൂടി കൊടുക്കാണ്ട് 850 ആണ് കേട്ടോ. 850 തരും. നോ ഇപ്പം എല്ലാം വലിക്കുന്ന പണി. പോവാൻ റെഡിയായി ലിഫ്റ്റിൽ വന്നു, വണ്ടിയിൽ കയറാം. നമുക്ക് സംഭവം ഇത് അടുത്ത് തന്നെ, ആകെ 1 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഇല്ല ഇത് ചൂടല്ലേ, വെയിൽ കുഞ്ഞിക്ക് കഴിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടിയിൽ പോകുന്നതാ. നമുക്ക് നീലിട്ട് ഇന്നത്തെ ക്ലാസ്സിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടാവുക, കാരണം ഞാനും കൂടി പൂളിൽ ഇറങ്ങിയതുകൊണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് കരഞ്ഞിന്, കാരണം ഇല്ല വെള്ളത്തിൻ്റെ അടിയിലേക്ക് കുറച്ച് മുക്കാൻ, അതായത് മുക്കിയിട്ടെല്ലാം കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചെങ്കിൽ 3 days വെള്ളത്തിൻ്റെ അടിയിൽ മുക്കും. അത് കഴിഞ്ഞിട്ടായിട്ടാണ് ക്ലാസ് ശരിക്കുള്ള സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ അതിനുള്ളിലെല്ലാം ബാത്റൂമിൽ വന്നിട്ട് ഞാൻ ഫ്രഷ് എല്ലാം ആയി. അപ്പോൾ ഇവിടെ ഫീസെല്ലാം കൊടുക്കാനെല്ലാം ഉണ്ട്. 850 ഫീസ് അടിച്ചിട്ടായിട്ട് നേരെ പൊരുക്കാന്ന്. അപ്പോൾ ബൈ.